രണ്ടാം പിണറായി സർക്കാർ, രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു. കേരളത്തിൽ അടുത്ത കാലത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. LDF വരും, UDF വരും, UDF വന്നു കഴിഞ്ഞാൽ അടുത്തത് LDF. ഇങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ അടുത്ത കാലത്തുള്ള രാഷ്ട്രീയ സ്ഥിതി. മാറി മാറി വരുന്ന സർക്കാരുകൾ. അതാണ് 2021 മാറിയത്. സഹിക്കാൻ പറ്റുമായിരുന്നില്ല കോൺഗ്രസിന്, മുസ്ലിം ലീഗിന്, അതേപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും. കോൺഗ്രസ് നേതാക്കൾ മന്ത്രിമാരെ പോലും നിശ്ചയിച്ചിരുന്നു. മന്ത്രിമാരെ മാത്രമല്ല, ആരൊക്കെ ആകണം പേഴ്സണൽ സ്റ്റാഫിൽ എന്ന് പോലും നിശ്ചയിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാർ ആര് എവിടെയൊക്കെ ഉണ്ടാകണം, സ്ഥലം മാറ്റം എങ്ങനെയൊക്കെ വേണം എന്ന കാര്യം പോലും തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്ത. എന്നാൽ എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. പിണറായി വിജയൻ സർക്കാർ, രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ വന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് പിണറായി വിജയനെ താഴെ ഇറക്കാനുള്ള പടയൊരുക്കങ്ങൾ. പക്ഷേ ഓരോന്നും ആ കാലത്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ആളിക്കത്തുമായിരുന്നു എങ്കിലും പിന്നീട് അതേപോലെ കെട്ടടങ്ങുന്നത് നാം കണ്ടു. ആദ്യം വന്നത് സ്വപ്ന സുരേഷ് ആയിരുന്നു. ഇപ്പോൾ സ്വപ്ന സുരേഷ് എവിടെയുണ്ട് എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നു. സ്വപ്ന സുരേഷിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരുവാൻ കേരളത്തിൽ നിന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞയച്ച 2 മാധ്യമപ്രവർത്തകർ ബാംഗ്ലൂർ വരെ പോയിരുന്നു. അതിന് ചെറിയ അലയൊലി കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് അവിടെ തന്നെ പുകഞ്ഞ് തീർന്നു, കത്തിയില്ല എന്ന് മാത്രമല്ല നനഞ്ഞ പടക്കമായി മാറി എന്ന് പറയേണ്ടി വരും. അത് കഴിഞ്ഞാണ് മറ്റൊരു പടക്കുതിരയെ കണ്ണൂരിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കിയത്. അത് കെ സുധാകരനാണ്. കണ്ണൂരിൽ നിന്നുള്ള മുഖ്യമന്ത്രി. ചെറുപ്പകാലം മുതൽ പിണറായി വിജയനെതിരെ നിരന്തരം പോരാടുന്ന വ്യക്തി. മുഖാമുഖം നിന്നാൽ പിണറായി വിജയൻ തോറ്റോടും. അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ ഇതാ KPCC പ്രസിഡന്റ് ആകുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം! മുഖാമുഖങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ, അന്തിച്ചർച്ചകൾ, എതിരേറെ പറയുന്നു. മലയാള മനോരമ വാരികയിൽ പോലും കെ സുധാകരനെ കുറിച്ചുള്ള വർണ്ണനകളായിരുന്നു. വർണ്ണനകൾ. എന്തായി? കെ സുധാകരൻ പടിയിറങ്ങിപ്പോയി. കെ സുധാകരനോടൊപ്പം വന്ന ഒരു നേതാവ് കൂടിയുണ്ട്, പ്രതിപക്ഷ നേതാവായി വന്ന VD സതീശൻ. അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷീട്ട് കീറുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. കേരള രാഷ്ട്രീയത്തിൽ ആ ചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. VD സതീശൻ്റെ വിക്കറ്റ് തെറിക്കാൻ പോവുകയാണോ? ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഏത് കടൽ, 7 കടലുകൾ ഒന്നിച്ചു വന്നാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന്, എൻ്റെ ബോധ്യത്തിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിറകോട്ട് പോകില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന പടയൊരുക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ VD സതീശൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കും. VD സതീശനോടൊപ്പം നിന്ന, VD സതീശന്റെ വലം കൈയും ഇടം കൈയുമായി പ്രവർത്തിച്ച നേതാക്കളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. രണ്ടുപേരും ഇപ്പോൾ VD സതീശന്റെ എതിർപക്ഷത്തായി എന്ന് മാത്രമല്ല, VD സതീശന് എതിരെ ഭീകരമായ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൽ A ഗ്രൂപ്പും I ഗ്രൂപ്പും സുധാകരൻ ഗ്രൂപ്പും VD സതീശൻ ഗ്രൂപ്പും KC വേണുഗോപാൽ ഗ്രൂപ്പും ഒന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ സൈബർ ഗ്രൂപ്പുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ ഗ്രൂപ്പ്, ഷാഫി പറമ്പിലിൻ്റെ സൈബർ ഗ്രൂപ്പ്, VT ബൽറാമിൻ്റെ സൈബർ ഗ്രൂപ്പ്, KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ്റെ സൈബർ ഗ്രൂപ്പ്, അതേപോലെ തന്നെ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരുടെ സൈബർ ഗ്രൂപ്പ്, ഇപ്പോൾ ഇതാ VD സതീശിനെ അനുകൂലിക്കുന്നവരുടെ സൈബർ ഗ്രൂപ്പ് രൂപപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പ് KPCCക്ക് ഒരു സൈബർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈബർ ഗ്രൂപ്പേ ഇല്ല എന്ന് VD സതീശൻ അച്ചട്ടായി പറയുന്നു. എന്നാൽ അങ്ങനെയുണ്ട്, ചുമതല VT ബൽറാമിനായിരുന്നു എന്ന് പറയുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും. എന്ന് വെച്ചാൽ ഒരു തീരുമാനവും ഒന്നിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നത് ഒരു വശത്ത്. മറുവശത്ത് VD സതീശനെതിരെ വലിയ തോതിൽ പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. VD സതീശനെതിരെ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണമാണ് നടക്കുന്നത്. ഒരു സൈബർ ആക്രമണം എന്ന് തന്നെ പറയാം. അതിന് പിറകിൽ CPM-കാരാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. എന്നാൽ പിന്നിൽ CPM-കാരല്ല കോൺഗ്രസ്സുകാരനെയാണ് എന്ന് പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകും. എത്രയോ കാലമായി കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് VD സതീശനെതിരെ ഇപ്പോൾ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, VD സതീശനെ കടന്നാക്രമിക്കുന്നത്. ആരൊക്കെയാണ് ഇവർ? ഇവരെല്ലാവരും
രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളാണ്, ഷാഫി പറമ്പിലിന്റെ അനുയായികളാണ്, VT ബൽറാമിന്റെ അനുയായികളാണ്, അങ്ങനെ വിവിധ കോൺഗ്രസ് നേതാക്കളുടെ അനുയായികൾ തന്നെയാണ്. ഇങ്ങനെ സൈബർ ആക്രമണം VD സതീശനെതിരെ നടക്കുമ്പോഴും ഒരു വാക്ക് പോലും അതിനെതിരെ പറയുന്നില്ല KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്. ഒരു കോൺഗ്രസ് നേതാക്കളെയും കാണാനില്ല, മൗനമാണ്. എവിടെ ഷാഫി പറമ്പിൽ? നേരത്തെ മാധ്യമങ്ങളെ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന, ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനേ വരുന്നില്ല, ഒളിച്ചു നടക്കുകയാണ്. KC വേണുഗോപാൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും കേരളത്തിൽ വരാറുണ്ട്. അദ്ദേഹം ദില്ലിയിൽ വളരെ തിരക്കുള്ള നേതാവാണ്. എന്നിട്ട് പോലും കേരളത്തിൽ വരികയും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് KC വേണുഗോപാൽ. ഒരക്ഷരം മിണ്ടുന്നില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സൈബർ ആക്രമണം. അപ്പോൾ ഒരക്ഷരം പറയാതെ മാറി നിൽക്കുന്നു KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ്, UDF കൺവീനർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, യുവജന നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, KSU നേതാക്കൾ. ആരും VD സതീശനെ പിന്തുണയ്ക്കാൻ രംഗത്തില്ല, പരസ്യമായി രംഗത്തിറങ്ങുന്നില്ല. എന്ന് വെച്ചാൽ VD സതീശന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട് എന്നതിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമുണ്ടോ? തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസമേ ഉള്ളൂ, 60 ദിവസം. നവംബർ ആദ്യ വാരത്തിൽ നോട്ടിഫിക്കേഷൻ വരും. ഡിസംബറിൽ അധികാരമേൽക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണാധികാരികൾ. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൽ തമ്മിലടിയാണ്, സൈബർ പോര് നടന്നുകൊണ്ടിരിക്കുന്നു എന്നോർക്കണം. എന്ന് വെച്ചാൽ ഒരു ഒരുക്കങ്ങൾ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്ന്. അത് കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു 6 മാസം മാത്രം. അത് ഇതാ വന്നു എന്ന് പറയുന്ന രൂപത്തിൽ അടുത്തെത്തും. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോഴും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റി പുതിയ പ്രതിപക്ഷ നേതാവിനെ അവരോധിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് വന്നു. സണ്ണി ജോസഫിന് ഒരു തരത്തിലും കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്നില്ല. എന്താണ് കോൺഗ്രസ്, എന്താണ് KPCC എന്നുപോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഒന്നിച്ചു കൊണ്ടുവരുവാൻ, ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല സണ്ണി ജോസഫിന്. ആ അർത്ഥത്തിൽ സണ്ണി ജോസഫ് ഒരു വമ്പൻ പരാജയമായി മാറിയിരിക്കുന്നു എന്ന്. സഹായിക്കേണ്ട, എല്ലാ വിധത്തിലും ഒന്നിച്ചു നിൽക്കേണ്ട VD സതീശനാണെങ്കിൽ VD സതീശന്റെ വഴിക്കേ പോകുന്നു. VD സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു കോൺഗ്രസിലെ മറുവിഭാഗം. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് ആകെ ആടി ഉലയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും? കലങ്ങിയ വെള്ളം ഒന്ന് തെളിയേണ്ടതുണ്ട്. എപ്പോൾ തെളിയും? തെളിയുമ്പോൾ ആരൊക്കെ ഉണ്ടാകും ഈ കസേരകളിൽ എന്നേ ഇനി അറിയാനുള്ളൂ.